വരാഹിയമ്മയെ നമ്മൾ കരാഗ്രെ വസതലക്ഷ്മി ജപിക്കൂലേ, അതുപോലെ അമ്മയെ എടുത്ത് കയ്യിൽ പിടിക്കും. കിടക്കണ അവിടുന്ന് എഴുന്നേറ്റ് കയ്യും കാലും മുഖവും കഴുകി അവിടെ ഇരുന്ന് നമ്മളൊരു 10 മിനിറ്റ്, കൂടുതലൊന്നും പറയുന്നില്ല, 10 മിനിറ്റ് നമ്മൾ ആ അമ്മയെ എടുത്ത് അമ്മയുടെ മന്ത്രങ്ങൾ ജപിക്കുകയാണ്. വേറെ ഒരു മന്ത്രവും അല്ല. ഓം വാരാഹി 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 വാർത്താളി 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 ഓം വജ്രകോശ വാരാഹിയേ നമ എന്ന് ജപിച്ചിട്ട് വജ്രകോശമാണ് നമ്മൾ ജപിക്കണത്. അതിലൊക്കെ കോശം ഇതൊക്കെ പറയുന്നുണ്ട്. ഞാൻ ജപിക്കുന്ന വജ്രകോശമാണ്. ഇത് വജ്രകോശം 108 എന്ന് പറയും. ഇപ്പൊ ഞാൻ 108 അല്ല, അതിലധികം ജപിക്കുന്നുണ്ട്. എന്റെ കാര്യങ്ങൾ എന്താണെന്നൊന്നും ഞാൻ അമ്മയോട് പറയുന്നില്ല. അമ്മേ എന്നെ രക്ഷിച്ചോളണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാര്യകാരണ സഹിതം പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ജനങ്ങളോട് നമ്മൾ പറയുമ്പോൾ അവർക്ക് അതുപോലെ പറഞ്ഞു കൊടുക്കണമല്ലോ, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കും. ചില കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ. അപ്പൊ ഇത് പീരീഡ്സ് ആയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാമോ എന്നൊക്കെ സംശയമുണ്ട്. ഞാൻ ചോദിക്കണ, പീരീഡ്സ് ആയിരുന്നാലും ഞാനൊക്കെ ഒരു ഊണെടുത്ത് വെക്കുമ്പോഴും എനിക്ക് മനസ്സിൽ ഈ അമ്മ വരും. എല്ലാവർക്കും അങ്ങനെ വരില്ലേ? നമ്മൾ വിളിക്കുന്ന ദേവി നമ്മുടെ മനസ്സിലേക്ക് വരും. വരഹി അമ്മേ, ആ ഊണ് കഴിക്കുന്ന സമയത്ത് അമ്മേ ഈ അന്നം എന്നും എൻ്റെ മുന്നിലുണ്ടായിരിക്കണം എന്നുള്ള പ്രാർത്ഥന നമുക്കുണ്ടാവും. ഒരു മനുഷ്യനെ സങ്കല്പിച്ച് പറയുമ്പോൾ അവന് 3 നേരവും നന്നായിട്ട് ഭക്ഷണം, പോട്ടെ 2 നേരവും നന്നായിട്ട് ഭക്ഷണവും കഴിച്ച് സുഖമായിട്ട് ഉറങ്ങാനും അവൻ്റെ ജോലി ചെയ്യാനും സന്തോഷമായിട്ട് ജീവിക്കാനും പറ്റിയ അവനാണ് ഭാഗ്യവൻ, അല്ലേ? ഇതൊന്നും പറ്റാതെ കുറെ പണവും തലയ്ക്ക് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ബാങ്കിൽ കുറെ പണവും ഇട്ടിട്ട് ജീവിക്കുന്നവർക്ക് സമാധാനമില്ല. അപ്പൊ അതിൽ പറയാനുള്ളത് മെൻസസ് പീരീഡ്, അതായത് പീരീഡ്സ് ആകുമ്പോൾ അത് പ്രകൃതി നിയമമാണ്. പ്രാർത്ഥിക്കാം. നമുക്ക് പുസ്തകമൊന്നും എടുത്തിട്ടല്ലല്ലോ പ്രാർത്ഥിക്കാം. അതിലൊന്നും നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ പ്രാർത്ഥിക്കുക. പേടിക്കാതെ മത്സ്യമാംസാദികൾ കഴിച്ചിട്ട് പ്രാർത്ഥിക്കാതിരിക്കുക. ഇത് വൃത്തിയും ശുദ്ധിയുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. രാവിലെ 4 മണിക്കും 7:30ക്കും ഇടയ്ക്ക് പ്രാർത്ഥിക്കുക. രാത്രി 8 മണിക്ക് ശേഷം പ്രാർത്ഥിച്ചിട്ട് ഫുഡ് കഴിക്കുക. ഇതൊക്കെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.